നമസ്കാരം. 300ഓളം ഇറാനികളെ കത്തിച്ച് ഇസ്രായേൽ പെടാം. ഇറാന്റെ മണ്ണിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഇസ്രായേൽ നടത്തിയ അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണത്തിൽ ഇറാന്റെ അർദ്ധ സൈനിക വിഭാഗമായിട്ടുള്ള ബസീജിലെ ഏകദേശം 300ഓളം അംഗങ്ങൾ കൊല്ലപ്പെട്ടു. ലണ്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇറാനിയൻ പ്രതിപക്ഷ മാധ്യമമായിട്ടുള്ള ഇറാൻ ഇന്റർനാഷണൽ ഈ നിർണായകമായിട്ടുള്ള വിവരത്തെ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ബസീജിന്റെ കമാൻഡ് സെന്ററുകളെയും ലോജിസ്റ്റിക് സംവിധാനങ്ങളെയും പൂർണ്ണമായിട്ടും തകർത്തു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയും ചെയ്തു. ബസീജ് സേനാ തലവനായിട്ടുള്ള ഖോലം റസ സുലൈമാനി, അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി സയ്യിദ് കരീഷി എന്നിവർ കൊല്ലപ്പെട്ടു. ഇത് ഇസ്രായേൽ നേരത്തെ തന്നെ സ്ഥിരീകരിച്ച കാര്യങ്ങളാണ്. എന്നാൽ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആകെ എണ്ണത്തെക്കുറിച്ച് ഇസ്രായേൽ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളൊന്നും തന്നെ പുറത്തുവിടുന്നില്ല. എന്നാൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഒരു താൽക്കാലിക ടെന്റ് ക്യാമ്പ് കേന്ദ്രീകരിച്ച് ബസീജ് ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ രഹസ്യ യോഗത്തിനിടയിലാണ് ഇസ്രായേലിന്റെ ബോംബാക്രമണം നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. അതിലാണ് ഈ സുലൈമാനിക്കും കരീഷിക്കും പുറമെ നിരവധി മുതിർന്ന കമാൻഡർമാരും ഒക്കെ ഈ ആക്രമണത്തിൽ വധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കോട്ടയായിട്ടുള്ള ബസീജിന് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ പ്രഹരം ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം കരുതുന്നത്. ഇറാനിൽ നടന്ന ഈ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിൽ കേടുപറ്റിപ്പോയത് അല്ലെങ്കിൽ തകർന്നടിഞ്ഞു പോയത് ഏകദേശം 300ഓളം വരുന്ന സൈനികരാണ്. പച്ചയ്ക്ക് കൊളുത്തുക എന്ന് നമ്മൾ പറയാറില്ലേ, അത്തരത്തിൽ പച്ചയ്ക്ക് കത്തിക്കുന്ന ഒരു സമീപനമാണ് ഇസ്രായേൽ അതിലൂടെ സ്വീകരിച്ചത് എന്നതാണ്. ടെഹ്റാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഇമാം ഹാദി സെക്യൂരിറ്റി യൂണിറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും ഇതിനോടൊപ്പം തന്നെ തകർന്ന് തരിപ്പണമായി. തെരുവുകളിലെ പട്രോളിങ്ങിനും പ്രതിഷേധം അടിച്ചമർത്തനുമായിട്ട് ബസീജ് ഉപയോഗിച്ചിരുന്ന 100 കണക്കിന് വാഹനങ്ങളും ബൈക്കുകളും ഇസ്രായേലിന്റെ ആ മിസൈൽ ആക്രമണത്തിൽ ചാരമായി പോയി എന്നുള്ളതാണ്. ഇറാന്റെ സുപ്രധാന നഗരങ്ങളിൽ സുരക്ഷാ പട്രോളിംഗ് നടത്തിയിരുന്ന ബസീജ് സേനയുടെ വലിയൊരു വിഭാഗത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞതിലൂടെ ഇസ്രായേൽ വലിയ സൈനിക വിജയമാണ് അവകാശപ്പെടുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ രാത്രി നടന്ന ആക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് സൈറ്റുകൾ അടക്കം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ബസീദ് തലവനോടൊപ്പം ഇറാന്റെ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി ആയിട്ടുള്ള അലി ലാരിജാനിയെയും വധിച്ചതായിട്ടുള്ള ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സ് നേരത്തെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ലാരിജാനിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വന്ന ചില സന്ദേശങ്ങൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സൂചനകൾ നൽകുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. ഫെബ്രുവരി 28-ന് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണിത്. ബസീജ് അംഗങ്ങളുടെ മരണം ഇറാൻ ഇതുവരെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങളിൽ അതീവ ജാഗ്രത തുടരുകയാണ് എന്നതാണ്. ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് ലോകം ആശങ്കയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. ദേശീയ സുരക്ഷാ കൗൺസിൽ മേധാവിയായിട്ടുള്ള അലി ലാരിജാനി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം സത്യത്തിൽ ഇപ്പോൾ ഇറാൻ സ്ഥിരീകരിക്കുകയാണ്. ഇസ്ലാമിക വിപ്ലവത്തിനായിട്ട് ജീവിതം മുഴുവൻ ശ്രമിച്ച അദ്ദേഹം ഒടുവിൽ തന്റെ ആഗ്രഹം നിറവേറ്റിയെന്നും അഭിമാനത്തോടെ രക്തസാക്ഷിത്വം വരിച്ചുവെന്നൊക്കെ ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിനെ ഉദ്ധരിച്ച് ഇറാൻ അർദ്ധ ഔദ്യോഗിക മാധ്യമമായ മൊഹ്റാനാണ് ഈ ലാരിജാനി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുന്നത്. അർദ്ധ സൈനിക വിഭാഗമായുള്ള ബാസിജ് ഫോഴ്സ് കമാൻഡർ ഗുലാം റീസ സുലൈമാനിയെയും കഴിഞ്ഞ ദിവസം രാത്രിയിലെ വ്യോമാക്രമണത്തിൽ വധിച്ചതായിട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് പറയുകയും ചെയ്തിട്ടുണ്ട്. സുലൈമാനി കൊല്ലപ്പെട്ടത് ഇറാൻ സൈന്യം നേരത്തെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമായിരുന്നു. അതേസമയം ഇറാനിലെ ബുഷഹർ ആണവ നിലയത്തിന് സമീപം മിസൈൽ പതിച്ചിരുന്നു. അവിടെ ആളപായമോ അല്ലെങ്കിൽ ആണവ നിലയത്തിന് കേടുപാടുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോഴും ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ് എന്നുള്ളതാണ്. കൂടുതൽ ഇറാനിയൻ നേതാക്കളെ കൊല്ലുകയാണ് ഇസ്രായേലിന്റെ ആഗ്രഹവും താല്പര്യവും എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് ഞങ്ങളെ തടുക്കാനാവില്ല എന്നും ടെഹ്റാനെ കൂടുതൽ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് നെതന്യാഹുവിന്റെ പ്രസ്താവന വന്നു കഴിഞ്ഞു, കൂടുതൽ ഇറാനികളെ ഞങ്ങൾ കൊല്ലുമെന്നും. ഇറാനിയൻ നേതാവായിട്ടുള്ള അലി ലാരിജാനിയെ ഇല്ലാതാക്കിയെന്ന് അവകാശപ്പെട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയും ഇന്ന് കൂടുതൽ ഇറാനിയൻ നേതാക്കളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. തന്റെ ഹിറ്റ് ലിസ്റ്റിലെ 2 പേരുകൾ മായ്ച്ചുവെന്നും കൂടുതൽ പേരുകൾ ഉടൻ മായ്ക്കുമെന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു പത്രസമ്മേളനത്തിൽ നടത്തിയ തന്റെ മുൻ പ്രസ്താവന ആവർത്തിച്ച നെതന്യാഹു ഇസ്രായേലിന് നിരവധി അത്ഭുതങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് എന്നും തന്ത്രങ്ങൾ നെഞ്ചോട് ചേർത്തിട്ടുണ്ടെന്നൊക്കെ നെതന്യാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ഗൾഫിലെ നമ്മുടെ അമേരിക്കൻ സുഹൃത്തുക്കളെ ഞങ്ങൾ സഹായിക്കുന്നു. ഈ വിഷയത്തിൽ താൻ ഇന്നലെ പ്രസിഡന്റ് ട്രംപുമായിട്ട് ദീർഘനേരം സംസാരിക്കുകയും നമ്മുടെ വ്യോമസേനയും നാവികസേനയും തമ്മിൽ എനിക്കും പ്രസിഡന്റ് ട്രംപിനും
അദ്ദേഹത്തിന്റെ ജീവനക്കാർക്കുമിടയിൽ സഹകരണം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് സംവദിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തതായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുകയും ചെയ്തു. ഇറാൻ ഭരണകൂടത്തിന്മേൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന പരോക്ഷ ആക്രമണങ്ങളിലൂടെയും നേരിട്ടുള്ള നടപടികളിലൂടെയും ഇരുവരെയും സഹായിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നു. ഇനിയും നിരവധി അത്ഭുതങ്ങളുണ്ട്. അത് തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ യുദ്ധം ചെയ്യണം. എല്ലാ തന്ത്രങ്ങളും ഞങ്ങൾ ഇവിടെ വെളിപ്പെടുത്തില്ല. പക്ഷേ പല തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്തുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് നെതന്യാഹു ഉറപ്പിച്ചു പറയുന്നത്. കൂടാതെ അന്തിമ വിജയം നേടുന്നതിനായിട്ട് തന്റെ സൈന്യത്തോടും നേതാക്കളോടും ജനങ്ങളോടും അവരുടെ ദൃഢനിശ്ചയത്തിൽ ഉറച്ചു നിൽക്കുവാൻ നെതന്യാഹു ആഹ്വാനം ചെയ്യുന്നു. കൂടാതെ ഇസ്രായേൽ എക്കാലത്തെക്കാളും ശക്തമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ള നെതന്യാഹുവിന്റെ പ്രസ്താവനകൾ ഇനിയും ഇറാനികളെ കൂട്ടത്തോടെ കൊല ചെയ്യുമെന്നുള്ളതിന്റെ സൂചനകൾ നൽകുകയാണ്. കഴിഞ്ഞ ദിവസത്തെ 300ഓളം ഇറാനികളെ ഇസ്രായേൽ പട കത്തിച്ചു കളഞ്ഞതുപോലെ തന്നെ നെതന്യാഹുവിന്റെ ഇന്നത്തെ പ്രസ്താവന എന്ന് പറയപ്പെടുന്നത് ഇന്നത്തെ ദിവസം അനേകം നേതാക്കളെ കൂടി ഇറാനികളെ കൂടി കൊല്ലുമെന്നുള്ളതാണ്. ഇറാന്റെ മണ്ണിൽ ഇനിയും ഇസ്രായേലിന്റെ വ്യോമാക്രമണവും മിസൈൽ ആക്രമണവും ഉണ്ടാകുമെന്നും അതിലൂടെ ഇസ്രായേൽ സൈന്യത്തെ വളരെ കൃത്യമായി പച്ചയ്ക്ക് കത്തിക്കുക തന്നെ ചെയ്യുമെന്നാണ് നെതന്യാഹുവിന്റെ വാദം.